മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. യയാതിയെപ്പോലെ പാതി യൗവനം ആരിൽ നിന്നെങ്കിലും കിട്ടുമായിരുന്നുവെങ്കിൽ പിണറായി വിജയൻ അതും വാങ്ങിയെടുത്തേനെ. അധികാരത്തിൻ്റെ ആസക്തികളും ലഹരികളുമൊക്കെ നുണഞ്ഞതിനു ശേഷം അത് വേണ്ടെന്ന് വയ്ക്കുക അത്ര എളുപ്പമല്ല. അധികാരവും അധികാരത്തിൻ്റെ ലഹരിയും അത്രയും തീവ്രവും ആഴമാർന്നതുമാണ്. മൂന്നാം വട്ടവും കേരളം പിടിക്കാനിറങ്ങിയ പിണറായി വിജയൻ പക്ഷേ ഇപ്പോൾ ഭയക്കുന്നത് കോൺഗ്രസ് അനുഭാവികളെയോ നിഷ്പക്ഷ വോട്ടർമാരെയോ അല്ല, സ്വന്തം പാർട്ടി അണികളെ അദ്ദേഹം ഭയപ്പെടുന്നു. കേരളത്തിലെ പാർട്ടി കേഡർ ഘടകങ്ങളോട് ഇന്ന് പിണറായി വിജയൻ ഒരു നിർദ്ദേശം നൽകി. പാർട്ടി വോട്ടുകൾ ചോരരുത്. തുടർഭരണം ഭയക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന സഖാക്കളാണ്. മൂന്നാം വട്ടവും പിണറായി വിജയന് ഒരു തുടർഭരണം ലഭിച്ചാൽ അത് പാർട്ടിയുടെ അടിത്തറയിളക്കുമെന്ന് ചിലർ ഭയപ്പെടുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് ബാലറ്റ് പേപ്പറിലൂടെ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരമേറി. ആ സംസ്ഥാനമാണ് കേരളം. വർത്തമാനകാലത്തിൽ സംസ്ഥാനം നയിക്കുന്ന CPM പാർട്ടി ഇനിയും ഭരണത്തിലേറിയാൽ അത് അസ്തമയമായിരിക്കുമെന്ന് കണക്കുകൂട്ടാൻ പ്രത്യേകിച്ച് കബഡി നടത്തേണ്ടതില്ല. CPM എന്ന പാർട്ടിക്കും LDFനും കേരളത്തിൽ അധികാരം പിടിക്കണമെങ്കിൽ പിണറായി വിജയൻ എന്ന ഒറ്റമൂലി മാത്രമേയുള്ളൂ എന്ന് കണ്ടുപിടിച്ചവരുടെ നാടാണ് കേരളം. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഫ്ലാഷ് ബാക്ക്. 2022 കണ്ണൂരിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ നേതാക്കൾക്കൊരു പ്രായപരിധി കൊണ്ടുവന്നു. 75 വയസ്സ് പൂർത്തിയായവർ യുവതലമുറയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം. അവരോട് പാർട്ടി പറഞ്ഞു കടക്ക് പുറത്ത്. അന്ന് 77 വയസ്സുണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് പാർട്ടി പ്രത്യേക ഇളവ് നൽകി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ എത്തി നിൽക്കുന്ന പ്രായം 82. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് പാർട്ടിക്ക് മുകളിലാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ ദർശനമല്ല സെക്രട്ടേറിയറ്റിലെ ഭരണസിരാ കേന്ദ്രത്തിൽ. അവിടെ ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഭരണകൂടം പാർട്ടിയുടെ ദർശനങ്ങൾ നിർണ്ണയിക്കും. ജനവിഭാഗങ്ങൾക്ക് യൂസർ ഫീ ഏർപ്പെടുത്തുക, കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കുക തുടങ്ങി എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു CPM ഭരണകൂടമാകും ഇനി കേരളത്തിൽ മൂന്നാം വട്ടവും പിണറായി വിജയന് ഭരണം നൽകിയാൽ സംഭവിക്കുക. അധികാരമല്ല പാർട്ടിയുടെ നയവും നിലപാടുകളുമാണ് വലുത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ തിരുത്താൻ പാർട്ടിക്ക് ശക്തിയില്ലാതിരുന്ന ഒരു പതിറ്റാണ്ടാണ് ഇവിടെ കൊഴിഞ്ഞു വീഴുന്നത്. 1998 മുതൽ 2015 വരെ നീണ്ട 17 വർഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. 2016 കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തി. 2026 എത്തി നിൽക്കുമ്പോൾ 1998 മുതൽ CPM എന്ന പാർട്ടിയെ അടക്കി ഭരിച്ചു വാഴുകയാണ് പിണറായി വിജയൻ. 2018 തൃശ്ശൂരിൽ വെച്ച് നടന്ന CPM സംസ്ഥാന സമ്മേളനത്തോടെ പിണറായി വിജയൻ പാർട്ടിയിലും ഭരണത്തിലും ഒരുപോലെ കരുത്തനായി വളർന്നു. CPMൽ ഇനി വിഭാഗീയതയില്ല എന്ന് തൃശ്ശൂരിൽ വെച്ച് അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടിക്ക് ഒരൊറ്റ ബ്രാൻഡ് മാത്രമായി. അതാണ് പിണറായി എന്ന ബ്രാൻഡ്. അതേ വർഷം പിണറായി സർക്കാരിൻ്റെ ഉപദേഷ്ടാവായി ഗീതാ ഗോപിനാഥ് നിയമിക്കപ്പെടുന്നു. ജനാധിപത്യത്തിൽ ജനങ്ങൾ നൽകുന്ന വിധിയെഴുത്താണ് ഏതിനും മീതെ നിൽക്കുന്ന യാഥാർത്ഥ്യം. രാവിലെ ഉറക്കം വിട്ടെഴുന്നേൽക്കുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആലോചിക്കുന്നത് ജപ്പാൻ പ്രധാനമന്ത്രി എന്താണ് ചെയ്യുന്നത് എന്നല്ല, എന്നാൽ ഹുനാനിലെയോ സിച്ചുവാനിലെയോ പാർട്ടി സെക്രട്ടറി എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം ഭയപ്പെടുന്നു. തൻ്റെ സ്ഥാനം തെറുപ്പിക്കാൻ മുന്നോട്ട് കടന്നു വരുന്ന ഓരോ നേതാക്കളെയും അയാൾ ഭയപ്പെടുന്നു. 10 വർഷം മുൻപ് പിണറായി വിജയൻ എന്ന ഏകാധിപതിയും ഭയപ്പെട്ടിരുന്നത് ഒരൊറ്റ പേര്, VS അച്യുതാനന്ദൻ എന്ന പേര്. VS അച്യുതാനന്ദനും പിണറായി വിജയനും അന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സമാന ചിന്താഗതികൾ തന്നെയാണ് അവരെ വേട്ടയാടിയിരുന്നത്. മറുവശത്ത് കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻചാണ്ടിയും കൂട്ടരും എന്തു ചെയ്യും എന്ന ഭീതി അവർക്കുണ്ടായിരുന്നില്ല. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ VS അച്യുതാനന്ദൻ സമ്മേളന നഗരി വിട്ടിറങ്ങിപ്പോയത് പിണറായി വിജയൻ ആശ്വാസമായി. പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിണറായി എന്ന വടവൃക്ഷത്തിന്. ഒടുവിൽ തൃശൂർ സമ്മേളനത്തിൽ വെച്ച് VS അച്യുതാനന്ദനെ എന്നേക്കുമായി ആണിയടിച്ച് അവസാനിപ്പിച്ചു പാർട്ടി നേതൃത്വം. വിഭാഗീയത ഇപ്പോൾ മ്യൂസിയം പീസായിരിക്കുന്നു എന്ന തൃശൂർ സമ്മേളനത്തിൽ ഉയർന്നു കേട്ട ആ വാക്കുകളും പിണറായി വിജയനെ ഒതുക്കിയതിൽ നിന്ന് പാർട്ടിയും ഭരണകൂടവും പിന്നീട് ഒരാളുടെ കൈകളിൽ വീണു. ഇതോടെ VS അച്യുതാനന്ദൻ എന്ന ആ വടവൃക്ഷം നിലംപൊത്തി. PKVയും നായനാരും EMSും ഒക്കെ പിണറായിക്ക് മുൻപേ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായ കമ്മ്യൂണിസ്റ്റുകാരാണ്. എന്നാൽ ഇവരാരും പാർട്ടിക്ക് മുകളിലേക്ക് വളർന്നില്ല.
കാരണം പാർട്ടിയായിരുന്നു അന്ന് മുഖ്യമന്ത്രിക്ക് മുകളിൽ. ഈ അവസ്ഥയാണ് പിന്നീട് പിണറായി പൊളിച്ചെഴുതിയത്. 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ചിരുന്ന VS അച്യുതാനന്ദന് അന്ന് കടിഞ്ഞാണിട്ടതും ഇതേ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ. VS അച്യുതാനന്ദന് ആഭ്യന്തരം നൽകാതിരിക്കാൻ അന്ന് പാർട്ടി സെക്രട്ടറി നൽകിയ തിട്ടൂരം. ഒടുവിൽ കോടിയേരി ബാലകൃഷ്ണനെ ആഭ്യന്തരമന്ത്രിയാക്കി സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പാർട്ടി നിയന്ത്രിച്ചു. VSന്റെ കാര്യത്തിൽ CPM കൈക്കൊണ്ട കരുതൽ പക്ഷെ പിണറായിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. പാർട്ടിയിൽ രണ്ടാമതൊരു അധികാര കേന്ദ്രം വളർന്നു വരാൻ പിണറായി അനുവദിച്ചില്ല. ജ്യോതി ബസുവിനെ പോലെ ആവണം എന്നൊരുപക്ഷെ പിണറായി വിജയൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ പിണറായിയെ മോഹിപ്പിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ട്. അത് K. കരുണാകരൻ. അധികാരത്തിൻ്റെ ഫലങ്ങൾ ഇത്രമാത്രം രുചിയോടെ ആസ്വദിച്ച മറ്റൊരു അധികാരി കേരളത്തിലുണ്ടായിരുന്നില്ല. കരുണാകരന്റെ അധികാരം ആസ്വദിക്കൽ തന്നെ പിണറായിക്ക് ലഹരിയായി. അടിയന്തരാവസ്ഥക്കാലത്ത് കൂത്തുപറമ്പ് MLA ആയിരുന്നു പിണറായി വിജയൻ. അന്ന് കരുണാകരന്റെ പോലീസ് ഭീകരമായി പിണറായി വിജയനെ മർദ്ദിച്ചു. ചോര പുരണ്ട ഷർട്ടുമായി പിന്നീട് പിണറായി വിജയൻ നിയമസഭയിലെത്തി. എന്നാൽ ഇതേ പിണറായി വിജയൻ 2016 അധികാരമേറ്റെടുക്കുമ്പോൾ തൻ്റെ മുഖ്യ ഉപദേശകനാക്കിയത് കരുണാകരന്റെ ഏറ്റവും വിശ്വസ്തനായിരുന്ന രമൺ ശ്രീവാസ്തവ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ. ആഭ്യന്തര വകുപ്പ് ഉപദേശകനെതിരെ അന്ന് CPMനുള്ളിൽ അപശ്രുതി ഉയർന്നു. എന്നാൽ പാർട്ടിക്കെതിരെ സംസാരിക്കാൻ, ഭരണകൂടത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ അടിമകൾക്ക് അവകാശമില്ല എന്ന് പിണറായി അവരെ ഓർമ്മപ്പെടുത്തി. 2016 അധികാരമേറ്റെടുത്ത പിണറായി വിജയൻ പിന്നീട് കാരണഭൂതനിലേക്കും ചെങ്കനിലേക്കുമൊക്കെ വളർന്നു കയറുന്ന ഒരു അത്ഭുത കാഴ്ചയ്ക്ക് കേരളം സാക്ഷ്യം വഹിച്ചു. 2016 കാലഘട്ടത്തിൽ പാർട്ടി കയ്യിൽ നിന്നും വഴുതിപ്പോയതോടെ VS ദുർബലനായി. VSന് പ്രായം അന്ന് അനുകൂലമായിരുന്നില്ല. എന്നാൽ തൊട്ടപ്പുറത്ത് കാരണഭൂതനായി വളർന്ന പിണറായി വിപ്ലവ സൂര്യൻ, ചെങ്കനൽ, ഇരട്ടച്ചങ്കൻ എന്നീ പദവികളിലേക്ക് ഉയരുന്നു. VS അച്യുതാനന്ദനെ തേടി ഇത്തരം വിശേഷണങ്ങൾ എത്തിയിരുന്നില്ല. ഇവരാരും തന്നെ VS ആണ് സമസ്ത സംഗതികളുടെയും കാരണഭൂതൻ എന്ന് VSനെ വാഴ്ത്തിപ്പാടിയില്ല. ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്ന പ്രസ്ഥാനമാണ് CPM എന്ന് പിന്നീട് കാലഘട്ടം പിണറായി വിജയനിലൂടെ തെളിയിച്ചു. ഒരു തിരമാലയാകുന്നത് കടലിൻ്റെ ഭാഗമായിരിക്കുമ്പോഴാണ് എന്ന പിണറായി വിജയന്റെ ഓർമ്മപ്പെടുത്തൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചതേയില്ല. പാർട്ടിയുടെ പിൻബലമില്ലെങ്കിൽ കടലിലെ വെള്ളം ബക്കറ്റിലെടുത്താൽ അത് ബക്കറ്റിലെ വെള്ളം മാത്രമാണ് എന്ന് VSനെ ഓർമ്മപ്പെടുത്തിയ പിണറായി വിജയൻ പാർട്ടിയെ തൻ്റെ കയ്യിലിരിക്കുന്ന ബക്കറ്റിൽ മുക്കി ഒതുക്കി. VSന് പിൻഗാമികളില്ലാത്ത CPM തന്നെയായിരുന്നു പിണറായി വിജയന്റെ ഭാഗ്യവും. പിന്നീട് കേരളം തിരിച്ചറിഞ്ഞത് മറ്റൊരു വിചിത്ര കഥ കൂടി. കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോ അല്ല, പിണറായി വിജയനാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്നതെന്ന്. കേരളത്തിലേക്ക് വിദേശ സർവകലാശാലകൾ അടക്കം കൊണ്ടുവരുന്ന ഒരു പദ്ധതി പിണറായി വിജയൻ പാർട്ടിക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ തങ്ങളുടെ ആശയ സംഹിതകൾ വെട്ടിയൊരുക്കി അതിന് കൈയടിക്കുകയാണ് CPM ദേശീയ നേതൃത്വം ചെയ്തത്. ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവായി കേരളത്തിൽ മാത്രമല്ല CPM എന്ന പ്രസ്ഥാനത്തിൽ തന്നെ പിണറായി വിജയൻ വളർന്നു കയറി. 2019 അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്ത്യ സഖ്യം പിണറായി വിജയനെ അവതരിപ്പിക്കണം എന്നുവരെ CPM പറഞ്ഞു വച്ചു. തിരുത്താൻ ആളില്ലാതെ വരുമ്പോൾ സ്തുതിപാഠകരുടെ എണ്ണം കൂടും. എതിർപ്പിൻ്റെ സ്വരങ്ങൾക്ക് നേരെ അസഹിഷ്ണുത ഉയരും. പിന്നീട് കറുത്ത മാസ്ക് ധരിച്ചവരെ അടിച്ചോടിക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിന് അത്ഭുതമായി. കറുത്ത മാസ്ക് ധരിച്ച് മാധ്യമ സമ്മേളനത്തിനെത്തിയ മാധ്യമപ്രവർത്തകനെ പോലും അവിടെ നിന്ന് പുറത്താക്കുന്നു. ആ മാധ്യമപ്രവർത്തകൻ എന്തുകൊണ്ട് നീല മാസ്ക് ധരിച്ചില്ല എന്ന് പാർട്ടിയുടെ അന്തംകമ്പികൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളിട്ടു. CPM എന്ന പാർട്ടിക്ക് ഒരൊറ്റ ശബ്ദവും മുഖവുമായി മാറി. ഒരിക്കൽ പുകഴ്ത്തുപാട്ടിനെക്കുറിച്ച് പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പിണറായി പറഞ്ഞു, അധിക്ഷേപങ്ങൾക്കിടയിൽ പുകഴ്ത്തൽ വന്നാൽ പലർക്കും അത് അസ്വസ്ഥതയുണ്ടാക്കും. എന്നാൽ P. ജയരാജനെ സ്തുതിച്ചുകൊണ്ട് ഒരു പാട്ട് കേട്ട പിണറായി വിജയൻ അന്ന് വ്യക്തിപൂജ വേണ്ട, ഇമ്മാതിരി പാട്ടൊന്നും ഇവിടെ വേണ്ട എന്നാണെന്ന് പിണറായി തട്ടിവിട്ടത്. സ്തുതിഗീതങ്ങൾ പാർട്ടിയുടെ നയമല്ല എന്ന് എന്തുകൊണ്ട് പ്രകാശ് കാരാട്ടോ, ഗോവിന്ദനോ, MA ബേബിയോ പറഞ്ഞില്ല? അവരൊക്കെ നിശബ്ദരാക്കപ്പെട്ടു. തെറ്റുപറ്റിയാൽ തിരുത്തുന്ന നേതാവാണ് താൻ എന്ന് പലവട്ടം EMS പറഞ്ഞിട്ടുണ്ട്. എന്നാൽ തെറ്റുപറ്റാത്തവനാണ് താൻ എന്നതായിരുന്നു പിണറായിയുടെ ഭാവം. ക്യാപ്റ്റൻ കൃഷ്ണൻ നായരുടെ ഹോട്ടലിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള പ്രലോഭനം നിരസിക്കാൻ അന്ന് EMSന് കഴിഞ്ഞു. എന്നാൽ 7 ലക്ഷം രൂപ ചെലവ് വരുന്ന ഹോട്ടൽ മുറിയിൽ താമസിക്കണമെന്ന് പിണറായി വിജയൻ വാശി പിടിച്ചു. ചരിത്രം ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മെ ചരിത്രം ഓർമ്മപ്പെടുത്തും.
എന്നെ വിമർശിക്കണം, വിമർശിക്കാതിരിക്കാൻ ഞാൻ ദൈവമല്ല. വൈതാളികരല്ല, വിമർശകരാണ് ഏതു പ്രസ്ഥാനത്തെയും വളർത്തുന്നത് എന്ന് കേരളത്തോട് ഒരിക്കൽ പറഞ്ഞ EMS. 2021 45% വോട്ടാണ് ഇടതുമുന്നണിക്ക് ലഭിച്ചത്. ഇതോടെ പിണറായി വിജയന്റെ ഖ്യാതി ഇന്ത്യക്കുമപ്പുറം പറന്നു. എന്നാൽ 2006 VSന്റെ നേതൃത്വത്തിൽ അന്ന് ഇടതുമുന്നണി നേടിയത് 48% വോട്ടുകളായിരുന്നു. തുടർഭരണത്തിൽ പിണറായി വിജയൻ പല പേരുകളും പെട്ടി. KK ശൈലജയും G സുധാകരനും EP ജയരാജനും തോമസ് ഐസക്കും ഇല്ലാത്ത മന്ത്രിസഭ. കോടിയേരിക്ക് പിന്നാലെ പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ നേതാവ് എന്ന വിശേഷണമുണ്ടായിരുന്ന P ജയരാജൻ പിന്നീട് വെട്ടിനിർത്തപ്പെട്ടു. 75 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് പാർട്ടിയുടെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് ഇവർ വരേണ്ട എന്ന വിധിയെഴുത്താണ് P ജയരാജനെ തീർത്തത്. CPMന്റെ വരുംകാല മുഖവും ശബ്ദവുമായി മുഹമ്മദ് റിയാസ് വളർന്നുവരുമെന്ന് പാർട്ടിക്കുള്ളിൽ മുറുമുറുപ്പുകൾ ഉയർന്നു. 2026 തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകർ തന്നെ തങ്ങളെ തീർത്തൊടുക്കുമോ എന്ന് പിണറായി ഭയപ്പെടുന്നത്. ജനാധിപത്യത്തിൽ വിയോജിപ്പുകൾക്ക് അവസാനമില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിനർത്ഥം ആ പാർട്ടി മരിക്കുകയാണെന്ന്. CPMലെ വിഭാഗീയത അവസാനിച്ചുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടിയിലെ ജനാധിപത്യം മരിച്ചു. അവിടെ ഏകാധിപത്യം ജനിച്ചു. അവിടെയാണ് പിണറായി വിജയൻ എന്ന മുഖം ഏകാധിപതിയുടേതായി മാറിയത്. KK ശൈലജയെപ്പോലുള്ളവരെ രണ്ടാം മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ഇടപെടാൻ പോലും അന്ന് കേന്ദ്ര നേതൃത്വത്തിന് കഴിഞ്ഞില്ല. കറുപ്പിനെ ശത്രുവായി കരുതുന്ന മിത്തിൽ ജീവിച്ച പിണറായി വിജയൻ വിമർശകരെ തന്റെ ശത്രുക്കളായി പ്രഖ്യാപിച്ച ഏകാധിപതി, ഇരുട്ടിനെ ഭയന്ന് ഒരു സംസ്ഥാനത്തിന്റെ ഭരണം നടത്തുന്ന വിചിത്ര കാഴ്ച. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഒരിക്കൽ 94 വയസ്സുള്ള ഗുരോ വാസുവിനെ അറസ്റ്റ് ചെയ്തത് പിണറായി വിജയന്റെ അസഹിഷ്ണുതയുടെ ജീവിക്കുന്ന തെളിവായി പിന്നീട് കേരളം കണ്ടു. 2016 നവംബർ 24 നിലമ്പൂരിലെ കുരുളായിൽ വെച്ച് കുപ്പു ദേവരാജ്, അജിത എന്നീ 2 മാവോയിസ്റ്റുകളെ പോലീസ് വെടിവെച്ചു കൊന്നു. ഇതിനെ ചോദ്യം ചെയ്തതിനാണ് ഗുരോ വാസുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജാമ്യം വേണോ എന്ന് കോടതി ഗുരോ വാസുവിനോട് ചോദിച്ചപ്പോൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന ഉറച്ച മറുപടിയായിരുന്നു ഗുരോ വാസു കോടതിയിൽ നൽകിയത്. സമാധാനപരമായി പ്രതിഷേധിക്കുക മാത്രമാണ് താൻ ചെയ്തത്. ഇതൊരു ജനാധിപത്യ നിലപാടാണ്. ഇടതുപക്ഷം എന്നും ഉയർത്തിപ്പിടിക്കുന്ന നിലപാട്. ആ നിലപാട് ഉയർത്തി ഗുരോ വാസു ജയിലിലേക്ക് പോയി. ഗുരോ വാസു ജയിലിലേക്ക് നടന്നുപോയത് നിസ്സംഗതയോടെ നോക്കി നിൽക്കേണ്ടി വന്നു ഇവിടുത്തെ സാംസ്കാരിക നായകർക്ക്. ജനാധിപത്യത്തിന്റെ അന്തസത്ത പിന്നീട് മരിച്ചു. വിയോജിക്കാനുള്ള അവകാശം കേരളത്തിൽ നിഷേധിക്കപ്പെട്ടു. ചർച്ചയും സംവാദവുമാണ് ജനാധിപത്യത്തിന്റെ മുഖമുദ്രകളെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഈ ഭരണകൂടം തയ്യാറായില്ല. അധികാരവും പേടിയും തമ്മിലുള്ള അന്തർധാര പിണറായി വിജയനെ എന്നും ഭയപ്പെടുത്തി. ഭയം അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടി. അധികാരത്തിൽ നിന്നിറങ്ങിപ്പോകാൻ അദ്ദേഹം ഭയപ്പെട്ടു. അജ്ഞാതരായ എന്തിനേയും സ്വാഭാവികമായി ഭയപ്പെടുന്നവരാണ് ഏകാധിപതികൾ. തനിക്ക് നേരെ എപ്പോൾ വേണമെങ്കിലും ഒരു ശത്രുവിൻ്റെ വെടിയുട്ടയെത്താം എന്ന ഭയം. ആൾക്കൂട്ടത്തിനിടയിൽ ആളുകൾ നമ്മുടെ ദേഹത്ത് തട്ടുമ്പോൾ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേരുന്ന മനഃശാസ്ത്രമല്ല ഏകാധിപതികളുടേത്. വ്യക്തികളും ആൾക്കൂട്ടവുമൊക്കെ വ്യത്യസ്തമാണ്. അഭിപ്രായ വ്യത്യാസമുള്ളവരുമായി നേർക്കുനേർ നിൽക്കാൻ ഏകാധിപതികൾ ഭയപ്പെടുന്നു. കാര്യങ്ങൾ തുറന്നു പറയുന്നവരെ ആക്രമിക്കും. കൃത്യമായ നിലപാടുള്ളവരെ അവർ ഭയക്കും. 1920 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ വന്നത്. ഇതാണ് CPM വിവക്ഷ. 6 കൊല്ലം മുമ്പ് CPM ജന്മശതാബ്ദി ആഘോഷിക്കുകയും ചെയ്തു. എന്നാൽ 1925 ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കപ്പെട്ടത് എന്ന് CPI പറയുന്നു. സ്വന്തം ഉത്ഭവം പോലും ഇപ്പോഴും തർക്കത്തിലുള്ള ഒരു പ്രസ്ഥാനം. അവിടെയാണ് ജനാധിപത്യത്തെ കൊന്നൊടുക്കിയ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. CPM ഇത്തരമൊരു ദുരവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ പാർട്ടി അണികളും അനുഭാവികളുമൊക്കെ ഈ ഭരണകൂടത്തെ വലിച്ചെറിയാനുള്ള തീരുമാനമെടുക്കുന്നു. ഈ വിചിത്ര തീരുമാനത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഭരണകൂടവും പാർട്ടി നേതൃത്വവും. ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് നിങ്ങൾ ചോദിച്ചിരിക്കണം. അതാണ് ജനാധിപത്യത്തിൻ്റെ കരുത്ത്. ചരിത്രത്തിനും കാലത്തിനും മുന്നിൽ ഓർമ്മത്തെറ്റുകൾ പോലെ ഇത്തരം അവശേഷിപ്പുകൾ നിങ്ങൾ ബാക്കി വയ്ക്കരുത്. പാർട്ടിയും ഭരണകൂടവും ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയപ്പോൾ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ഈ പ്രസ്ഥാനം ഇനി എന്തിനാണ് കേരളത്തിനെന്ന് പാർട്ടി അണികൾ ചോദിക്കുന്നു. CPMനെ പൊതിച്ചു നിൽക്കുന്നത് അധികാരത്തിൻ്റെ ഒരു മിത്താണ്. അധികാരം ഒരു മിത്തായി മാറുന്നത് ഭരണാധികാരികൾ ജനങ്ങളിൽ നിന്ന് അകലുമ്പോൾ. ഈ മിത്തിനു മുന്നിൽ തല പൂഴ്ത്തിയിരിക്കുന്ന MV ഗോവിന്ദന്മാർ ഈ പാർട്ടിക്ക് തീയിടുന്നു. മറുവശത്ത് പിണറായി വിജയനെ പോലെയുള്ള ഏകാധിപതികൾ വീണ്ടും വീണ്ടും ഭരിച്ചു മുടിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഫ്ലാഷ് ബാക്ക്.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.